കോൺഗ്രസിൽ വീണ്ടും ബന്ധു നിയമനം. ഭാര്യയുടെ ബിസിനസ് പങ്കാളിക്ക് വേണ്ടി ശുപാർശയുമായി മന്ത്രി ടി സിദ്ദിഖ്. പ്രണവ് ഹരിയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാൻ മന്ത്രിയുടെ ശുപാർശ. അതേസമയം വിഷയത്തിൽ കടുത്ത പ്രതിഷേധവുമായി വയനാട്ടിലെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട്. നേതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. കമലേഷ്, എന്തൊക്കെയാണ് ഈ വീണ്ടുമുള്ള നിയമന വിവാദം? അജിംഷാദ്, ഈ ബന്ധു നിയമനം കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഉള്ളതുപോലെ തന്നെ ഇത്തവണ UDF സർക്കാർ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിലും വലിയ വിവാദമാകുന്നത് ബന്ധു നിയമനങ്ങൾ തന്നെയാണ്. നേരത്തെ സണ്ണി ജോസഫിന്റെ അളിയനെ ഈ തരത്തിൽ സ്റ്റാഫിലേക്ക് എടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ആ തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസിന് പിന്നോട്ട് പോവുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ ക്ഷീണമാണ് പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിവാദമായി അത് വരികയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കൃഷിമന്ത്രി ടി സിദ്ദീഖുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിവാദം കൂടി വരുന്നത്. ടി സിദ്ദീഖിന്റെ ഭാര്യയുടെ ബിസിനസ് പങ്കാളിക്ക് വേണ്ടി മന്ത്രി ശുപാർശ നൽകിയിരിക്കുന്നു. തന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി നിയമിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ ശുപാർശ നൽകിയിട്ടുള്ളത്. പ്രണവ് ഹരി എന്നാണ് ഇയാളുടെ പേര്. പ്രണവ് ഹരി ടി സിദ്ദീഖിന്റെ ഭാര്യയുടെ ബിസിനസ് പങ്കാളിയാണ്. അദ്ദേഹത്തെ തന്റെ സ്റ്റാഫിലേക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് കൃഷിമന്ത്രിയായിട്ടുള്ള ടി സിദ്ദീഖ് നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിനെതിരെ കോൺഗ്രസിനകത്ത് തന്നെ, വയനാട്ടിലെ കോൺഗ്രസിനകത്ത് തന്നെ വലിയ വിമർശനം ഉയർന്നു വരുന്നു. വലിയ വിവാദം, വലിയ വിഷയമായി അത് വരികയാണ് എന്നുള്ളതാണ്. അവിടുത്തെ യുവ നേതാക്കൾ ഉൾപ്പെടെ, യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെ യുവ നേതാക്കൾ വലിയ പരാതികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതികളുടെ പ്രളയമാണ് ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ളത്. അവിടുത്തെ പ്രാദേശിക നേതൃത്വം വലിയ പരാതികളുമായി എത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന നിലയിലേക്കുള്ള ഒരു നിലപാടിൽ തന്നെയാണ് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ഉള്ളത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇനിയും ഒരു നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഈ ശുപാർശകളെല്ലാം മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ പരാതികളുടെ പ്രളയവും നിലവിൽ മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ, ഒരു നടപടി സ്വീകരിക്കാൻ ഇനിയും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അജിംഷാദ്, തീർച്ചയായും. കാരണം സണ്ണി ജോസഫിന്റെ അളിയൻ, അതുപോലെ തന്നെ കെ മുരളീധരന്റെ വകുപ്പിൽ ഇങ്ങനെ നിരവധി ബന്ധു നിയമനവും അല്ലെങ്കിൽ നിയമന വിവാദവും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ തുടർച്ചയായി. കാരണം ഭരിക്കാൻ കയറിയിട്ട് 2 മാസമേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ അത്തരത്തിൽ രാജി അടക്കമുള്ളവ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. വലിയ വിമർശനം ഏൽക്കേണ്ടി വരുന്നു. ഇപ്പോൾ വയനാട്ടിലുള്ള പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും വലിയ പ്രതിഷേധവുമായി ടി സിദ്ദീഖിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്, അല്ലേ കമലേഷ് തെക്കേക്കാട്? അജിംഷാദ്, തീർച്ചയായും വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട് എന്നതാണ്. അതായത് ഈ സ്റ്റാഫിൽ എത്തുന്നതിന് വേണ്ടി കാലങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന, പോസ്റ്റർ ഒട്ടിച്ചും കൊടി പിടിച്ചും മുദ്രാവാക്യം വിളിച്ചും പാർട്ടിക്ക് വേണ്ടി നടക്കുന്ന നിരവധി ചെറുപ്പക്കാർ ഈ പാർട്ടിക്കകത്ത് ഉണ്ട്, കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ട്. അത് ജില്ലയിലെ നിരവധി, അത്തരത്തിൽ ആ നിലയിലാണ് ആളുകളെ പരിഗണിക്കുന്നത്. സാധാരണഗതിയിൽ പാർട്ടി ശുപാർശ ഉൾപ്പെടുത്തി ആ നിലയിലാണ് പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആളുകളെ പരിഗണിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ എല്ലാ കാലത്തും ഉള്ളതുപോലെ തന്നെ ബന്ധു നിയമനം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. എല്ലാ കാലത്തും തങ്ങളുടെ ബന്ധുക്കളെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്താറുള്ളത്. സമാനമായ നിലയിൽ പാർട്ടി പ്രവർത്തകരെ അവഗണിച്ചുകൊണ്ട്, അവരെ ഒരു തരത്തിലും പരിഗണിക്കാതെ ബന്ധുക്കളെ തിരികെ കയറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനം ഉയരുന്നത്. അത് പാർട്ടി കമ്മിറ്റികളിൽ ചർച്ചയാവുന്നു എന്നതിനപ്പുറത്തേക്ക് അതൊരു പരാതിയായി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. ജില്ലയിലെ യുവ നേതാക്കളെല്ലാം തന്നെ ടി സിദ്ദീഖിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിൽ APS ഉൾപ്പെടെ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്ക് പരിഗണിക്കപ്പെടുക ജില്ലയിലെ അല്ലെങ്കിൽ അതാത് മേഖലകളിലെ യുവ നേതാക്കളെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ചവർ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പ്രവൃത്തി പരിചയമുള്ളവരൊക്കെ ഉപയോഗിക്കാതെ അവരെ തഴഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സ്വന്തം ഭാര്യയുടെ ബിസിനസ് പങ്കാളിക്ക് ശുപാർശ ചെയ്യുന്നു എന്നുള്ളതാണ് മന്ത്രി ടി സിദ്ദീഖിനെതിരായ പ്രാദേശിക നേതൃത്വത്തിൻ്റെ അടക്കമുള്ള വിമർശനത്തിന് കാരണം. എന്തായാലും മുഖ്യമന്ത്രിക്ക് അവർ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് നൽകിയത്.